Good morning, all. Welcome to the orientation session of IIT JAM Physics conducted by Direction Group of Institutions. Here in the session, you will be getting a detailed idea about IIT JAM Physics, about the course conducting by Direction e-learning. For presenting the session, I welcome our faculty, Srihari sir. Sir, please. Hi everyone. Good morning all. JAM 2022 ഓറിയന്റേഷൻ സെക്ഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇന്നിവിടെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് പേർക്ക് ജാം എക്സാം എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ജാം എക്സാമിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിലും അറിയുന്ന ആളുകളുടെ കൂടുതലായിട്ടുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കുക. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ സെക്ഷൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. കൂടാതെ നമ്മുടെ ഡയറക്ഷൻ്റെ ജാം 2022 കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്. സോ നിങ്ങൾക്കൊരു പ്രസൻറ്റേഷൻ ഇപ്പം തരുന്നതാണ്. നിങ്ങൾക്ക് അതിൽ വരുന്ന സംശയങ്ങൾ അതിനുശേഷം നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഏത് സംശയമാണെങ്കിലും, ഇനിയിപ്പോൾ അത് എക്സാമിനെ കുറിച്ചാവട്ടെ, സിലബസിനെ കുറിച്ചാവട്ടെ, ഇനി നിങ്ങൾ പ്രിപ്പറേഷൻ്റെ മെത്തേഡിനെ കുറിച്ചാവട്ടെ, നിങ്ങൾക്ക് എന്താണോ ജാം എക്സാമിനെ കുറിച്ച് അറിയേണ്ടത് അത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഒരിക്കലും എന്താ പറയുക, നിങ്ങൾ ഹെസിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ കഴിഞ്ഞ പ്രാവശ്യം ജാം 2021 കോഴ്സ് അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എനിവൺ? ഓൾ ഫ്രഷേഴ്സ്, നൈസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ പ്രസന്റേഷൻ നൗ. നമ്മുടെ IIT ജാം ഫിസിക്സ് എന്താണ്, അല്ലെങ്കിൽ ജാം ഫിസിക്സ് എക്സാം. ജാം എക്സാം എന്ന് പറയുന്നത് ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ MSc എന്നുള്ളതാണ് IIT ജാം. നമ്മുടെ +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എക്സാമിന് ശേഷം, ഹയർ സെക്കൻഡറി കഴിഞ്ഞ കുട്ടികൾ IIT JEE എഴുതാറുണ്ട്, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ. സോ അത് വരുന്നത് പ്രീ കോളേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിനാണെങ്കിൽ, അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു IIT-കളിലെ സയൻസ് വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സയൻസ് വിഷയങ്ങളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമാണ് എന്ത്, IIT ജാം ഫിസിക്സ്. ആൻഡ് എന്താണ് IIT ജാം ഫിസിക്സ് എന്ന് നോക്കാം. ഓക്കെ, സോ IIT ജാം ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്തത് 2004-2005 ആ ഒരു ടൈമിലാണ്. ഓക്കെ, IIT കാൺപൂർ ആയിരുന്നു ആദ്യമായിട്ട് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് MSc ആൻഡ് MSc PhD ഡ്യുവൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് IIT ജാം വഴി പ്രവേശനമുണ്ട്. മിക്കവാറും IIT-കളിൽ MSc കോഴ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ടും MSc PhD ഡ്യുവൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് ചെറിയൊരു ഇന്റർവ്യൂയുടെ കൂടെ അഡ്മിഷൻ നടക്കാറുണ്ട്. പക്ഷേ മിക്കവാറും സമയത്ത്, അതായത് ഈയിടെയായിട്ട് MSc PhD ഡ്യുവൽ ഡിഗ്രിയിലേക്കും ഇന്റർവ്യൂ ഒന്നും അങ്ങനെ അധികം ആരും കണ്ടക്ട് ചെയ്യാറില്ല, ഇഫ് യുവർ റാങ്ക്സ് ആർ റിയലി ഗുഡ്. ആൻഡ് പോസ്റ്റ് BSc കോഴ്സുകൾ, അതായത് ഫിസിക്സിലേക്ക് മാത്രമല്ല, നിങ്ങൾക്ക് വേറെയും കോഴ്സ് ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജിയോ ഫിസിക്സ് എക്സാം ഉണ്ട്. നിങ്ങൾക്ക് ഫിസിക്സിനും അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ജിയോ ഫിസിക്സിന്റെ എക്സാമിനും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് റിസർച്ച് ആണ് നിങ്ങളുടെ കരിയർ ഓപ്ഷൻ എങ്കിൽ നിങ്ങൾക്ക് പോകാവുന്ന ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് ത്രൂ IITs ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ, അതർ ഹയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വഴിയാണ്. IITs മാത്രമല്ല ജാം എക്സാം വഴി അഡ്മിഷൻ എടുക്കുന്നത്. വേറെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ഈ സെക്ഷനിൽ പറയുന്നതായിരിക്കും. ഇനി റിസർച്ച് ഫീൽഡിലേക്ക് പോകുന്ന ആളുകൾക്ക് മാത്രമേ ജാം എഴുതാവൂ അങ്ങനെയൊന്നുമില്ല. IIT-യിൽ നിന്നും MSc കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്ന ഒരുപാട് വേറെ വഴികളുണ്ട്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനെക്കുറിച്ചും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നൗ, എന്താണ് എലിജിബിലിറ്റി?
ഓക്കെ, IIT ജാം എക്സാമിന്റെ എലിജിബിലിറ്റി. നിങ്ങളൊരു ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 55% ഇൻ BSc അല്ലെങ്കിൽ BSc അപ്പിയറിംഗ്, അതായത് തേർഡ് ഇയറിൽ നിങ്ങൾക്ക് എഴുതാം, BSc കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എഴുതാം. And the proof of having passed the qualifying degree with minimum educational qualification as specified by the admitting institute should be submitted by September 2021. ഇത് നമ്മൾ 2021 ജാമിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നതാണ്. സെപ്റ്റംബറിലായിരുന്നു അന്ന് എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്, 2021. ഇപ്പോഴും 2021 അലോട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ 2022 ഏകദേശം ഇതേ സമയത്ത്, അതായത് സെപ്റ്റംബർ അറൗണ്ട് ആയിരിക്കും നിങ്ങളുടെ ജാം എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരിക. ജാം എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിന്റെ കൂടെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യുമ്പോഴുള്ള എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി പേപ്പറിന്റെ പാറ്റേൺ, പേപ്പറിൽ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് നോക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, MSQs ആൻഡ് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഈ 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ജാം എക്സാമിൽ കാണാൻ പോകുന്നത്. 2015 വരെ, അതായത് 2014 വരെ ഉണ്ടായിരുന്ന എക്സാംസിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും, ആദ്യം ഒരു ഒബ്ജക്റ്റീവ് പാർട്ടും അത് തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഒരു ആൻസർ മാത്രം ശരിയായിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അതിനുശേഷം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് IIT ജാമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതേസമയം 2015 നിങ്ങളുടെ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് മാറിയത്. ഇപ്പം കുറച്ചും കൂടി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, നല്ല ഡീപ്പായിട്ടുള്ള നോളജ് ഉള്ള ആളുകൾക്ക് വളരെയധികം എക്സൽ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ നല്ല നല്ല സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാം ആയിട്ട് IIT ജാം മാറിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അതിന്റെ ഏത് മുതൽ ഏത് വരെയാണ് MCQ, MSQ, അത് നമ്മൾ എക്സാം പാറ്റേൺ എന്നുള്ള സെക്ഷനിൽ വിശദമായിട്ട് പറയുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് IIT ജാമിന്റെ സിലബസ് ആണ്. ഓക്കെ, IIT ജാം ഫിസിക്സിന്റെ സിലബസിനെ നമുക്ക് 7 തരംതിരിക്കാം. 7 തരംതിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആണ്. ഓക്കെ, മാത്തമാറ്റിക്കൽ മെത്തേഡ്സിൽ ടോപ്പിക്സ് ചുമ്മാ ചെറുതായിട്ട് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കാണുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, കാരണം മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഓൾറെഡി നിങ്ങളുടെ സബ് മാത്തമാറ്റിക്സ് ആയിരുന്നു. സോ ഓൾറെഡി നിങ്ങൾ ഇതൊക്കെ കണ്ടതായിരിക്കും. ഇനി കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കാൽക്കുലസ് ഓഫ് സിംഗിൾ ആൻഡ് മൾട്ടിപ്പിൾ വാരിയബിൾസ്, നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിൽ കാൽക്കുലസ് ഓഫ് സിംഗിൾ വാരിയബിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ ഇലക്ട്രോ ഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഗ്രിഫിത്തിൽ ആദ്യത്തെ ചാപ്റ്റർ തന്നെ വെക്ടർ അനാലിസിസ് ആണ്. അതിൽ നിങ്ങൾ മൾട്ടിപ്പിൾ വാരിയബിൾസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് പഠിക്കുന്നുണ്ട്. ആൻഡ് നമ്മളത് ക്ലാസ്സിൽ വിശദമായിട്ട് പറയുന്നതായിരിക്കും. ഇനി അറിയില്ലെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ബോധേഡാവണ്ട. നൗ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ജാക്കോബിയൻ, imperfect and perfect differentials, expansions, and then vector calculus, all the theorems, algebra of complex numbers and matrices and determinants. Mathematical methods കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫിസിക്സ് മൊഡ്യൂൾ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് മെക്കാനിക്സ് ആൻഡ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. മെക്കാനിക്സ് ആൻഡ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് ആണെങ്കിൽ നിങ്ങളുടെ 4th സെമസ്റ്ററിൽ നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ക്ലാസിക്കൽ, ഇതിൽ ഇരിക്കുന്ന എല്ലാവരും ക്ലാസിക്കൽ മെക്കാനിക്സ് സിലബസിൽ കണ്ടിട്ടുള്ള ആളുകളാണോ? ഓക്കെ, സോ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾക്ക് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ജാം എക്സാമിനില്ല. ജാം എക്സാമിൽ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. പകരം ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ നിന്നുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കാറുള്ളത്. സോ മെക്കാനിക്സ് ആൻഡ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഇൻ കാർട്ടീഷ്യൻ. നിങ്ങൾക്ക് സിലിണ്ടറിക്കൽ ആൻഡ് പോളാർ കോർഡിനേറ്റ്സിലെ
പോലും ആക്സിലറേഷനെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ കോർഡിനേറ്റ് സിസ്റ്റം പഠിക്കുന്നത് കൊണ്ട് തന്നെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്നുള്ള കാർട്ടീഷ്യൻ, പോളാർ, സ്ഫെറിക്കൽ, സിലിണ്ടറിക്കൽ ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അത് മാത്രമേ മെക്കാനിക്സിൽ പുതിയതായിട്ട് നിങ്ങൾക്കുള്ളൂ. യൂണിഫോംലി റൊട്ടേറ്റിംഗ് ഫ്രെയിം, സെൻട്രിഫ്യൂഗൽ ആൻഡ് കൊറിയോലിസിസ് ഫോഴ്സ്, മോഷൻ അണ്ടർ എ സെൻട്രൽ ഫോഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് മോഷൻ അണ്ടർ എ സെൻട്രൽ ഫോഴ്സ്. ഓക്കെ, ആൻഡ് കെപ്ലേഴ്സ് ലോ, ഗ്രാവിറ്റേഷണൽ ലോ, സെന്റർ ഓഫ് മാസ്, കൺസർവേഷൻ ഓഫ് എനർജി, വാരിയബിൾ മാസ് സിസ്റ്റം, നിങ്ങളുടെ റോക്കറ്റ് അതേപോലത്തെ സിസ്റ്റംസ്, ദെൻ ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻസ്, റിജിഡ് മോഡി മോഷൻ, equation of continuity, Bernoulli's theorem, everything. ഓക്കെ, ജനറൽ മെക്കാനിക്സിൽ നിങ്ങൾ അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാ പോർഷൻസും ഇവിടെ വരും എക്സെപ്റ്റ് ക്ലാസിക്കൽ മെക്കാനിക്സ്. ലഗ്രാഞ്ചിയൻ ആൻഡ് ഹാമിൽട്ടോണിയനിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാറില്ല. സോ ഞാൻ പറഞ്ഞു ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി, കാരണം ഇവിടെ ഞാൻ ഹാമിൽട്ടോണിയനിൽ നിന്ന് രക്ഷപ്പെടാമെങ്കിലും ഒരുപക്ഷെ ഇന്റർവ്യൂവിലൊക്കെ നിങ്ങൾ എത്തുമ്പോൾ, അതായത് ജാം മാത്രമല്ല, ജാം എക്സാമിന്റെ ത്രൂ ആണെങ്കിൽ ഇന്റർവ്യൂ ഉണ്ടാവില്ല എംഎസ്സിക്ക്. അതേസമയം മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഐസർ, പിന്നെ അതേപോലെ PRL ഫിസിക്സ് റിസർച്ച് ലബോറട്ടറി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ്, SN ബോസ്, അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇന്റർവ്യൂവിന്റെ സമയത്ത് നിങ്ങൾക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ലഗ്രാഞ്ചിയൻ ആൻഡ് ഹാമിൽട്ടോണിയനിൽ നിന്നൊക്കെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സും കൂടി കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. നൗ മൂന്നാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ഓസിലേഷൻ വേവ്സ് ആൻഡ് ഒപ്റ്റിക്സ് ആണ്. ഓസിലേഷൻ വേവ്സ് ആൻഡ് ഒപ്റ്റിക്സ് ഇതും വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു വോളിയാണ്. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഓൾറെഡി. നിങ്ങൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് ഉണ്ടാവുക എന്ന് പറയുന്നത് ഡാംപ്ഡ് ആൻഡ് ഫോഴ്സ്ഡ് ഓസിലേഷൻസിൽ നിന്ന് മാത്രമാണ്. ദെൻ അഗെയിൻ വേവ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഡോപ്ലർ എഫക്റ്റ് നിങ്ങൾക്ക് അറിയാം. ആൻഡ് വെൻ വി കം ടു ഒപ്റ്റിക്സ്, നിങ്ങൾക്ക് ഫെർമാറ്റ് പ്രിൻസിപ്പിൾ അറിയാം, ജനറൽ തിയറി ഓഫ് ഇമേജ് ഫോർമേഷൻ, തിൻ ലെൻസ് ആൻഡ് ലെൻസ് കോമ്പിനേഷൻസ്. അതും നിങ്ങൾ എന്താ പറയുക ഒരുപാട് ഹയർ സെക്കൻഡറിയിൽ നിന്ന് തന്നെ പഠിച്ചതാണ്. ഇവിടെ കുറച്ചും കൂടി അധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് വരുന്നു എന്ന് മാത്രം. ഒരു പ്രാവശ്യം നിങ്ങൾ ലെൻസിന്റെ ഇമേജ് ഫോർമേഷന്റെ കുറച്ച് ലോസ് ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ദെൻ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് പോളറൈസേഷൻ. ഓക്കെ, പോളറൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. വിൽ ഗെറ്റ് ഇൻ ടു ദാറ്റ്. നൗ അടുത്തത് നാലാമത്തെ മൊഡ്യൂളാണ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഇതിൽ നിന്ന് ഒരുപാട് പ്രോബ്ലംസ് വരാറുണ്ട്. ആൻഡ് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഡോണ്ട് വറി. നൗ അഞ്ചാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കൈനറ്റിക് തിയറി ആൻഡ് തെർമോഡൈനാമിക്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് കൂടി വരുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ ഹയർ ലെവൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് വരാറില്ല. എന്നിരുന്നാലും നമ്മൾ കൈനറ്റിക് തിയറിയും തെർമോഡൈനാമിക്സും മാത്രമല്ല സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സും കവർ ചെയ്യുന്നതാണ്. എന്താണ് എൻസെമ്പിൾ, അതുപോലെ എന്താണ് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ, ഫെർമി ഡിറാക് ആൻഡ് ബോസ് ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ, എവറിത്തിങ്. ഓക്കെ, ഫേസ് ട്രാൻസിഷൻ ആൻഡ് ക്ലാഷ്യസ് ക്ലാപെറോൺ ഇക്വേഷൻ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അടുത്ത മൊഡ്യൂളാണ്, ആറാമത്തെ മൊഡ്യൂളാണ് മോഡേൺ ഫിസിക്സ്. മോഡേൺ ഫിസിക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ 20th സെഞ്ചുറിയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന റെവല്യൂഷണറി ഐഡിയാസ് ആൻഡ് അപ്പം ഉണ്ടായിരുന്ന കണ്ടുപിടുത്തങ്ങൾ ഇന്നത്തെ നമ്മുടെ എന്താ പറയുക സബ് അറ്റോമിക് ലെവലിൽ വരെ എത്തി നിൽക്കുന്ന ഫിസിക്സ് സ്റ്റഡീസിന്റെ ബിഗിനിങ്. സോ മോഡേൺ ഫിസിക്സ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ഉള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങും. ഓക്കെ, ആൻഡ് ദെൻ വിൽ ഗോ ടു ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഡിസ്കസ് ചെയ്യും. ആൻഡ് ദെൻ വിൽ ഗോ ടു 1 and 2 and 3 dimensional boxes. ഓക്കെ, 1D ബോക്സ് മാത്രമല്ല 2D and 3D ബോക്സസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദെൻ
we'll end it with nuclear physics, radioactivity and its application, law of radioactive decay, etc. Now, final module എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, ഡിവൈസസ് ആൻഡ് ഇലക്ട്രോണിക്സ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണുള്ളത്. പുതിയതായിട്ടൊന്നും ആഡ് ചെയ്യപ്പെടുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ ഹയർ സെക്കൻഡറി പഠിച്ചതിനേക്കാൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ട് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ് എന്ത് നിങ്ങളുടെ ഇലക്ട്രോണിക്സ് ആൻഡ് അതർ ചാപ്റ്റേഴ്സിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആക്കാനുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. ഇലക്ട്രോണിക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളിപ്പം ബൈ ദിസ് ടൈം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇതിനനുസരിച്ച് ഫോളോ ചെയ്യാവുന്നതാണ്. ദെൻ നിങ്ങൾക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സും ഉണ്ട് കുറച്ച്, അതായത് ഗേറ്റ്സ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് ഗേറ്റ്സ്, ഡി മോർഗൻസ് തിയറം എക്സെട്ര. സോ ഇതാണ് എന്ത് നമ്മുടെ IIT ജാം ഫിസിക്സിന്റെ ടോട്ടൽ സിലബസിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഏതൊക്കെയാണ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് നോക്കാം. ഓക്കെ, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. സോ നിങ്ങൾ ഈ പിക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് എഴുതിയിരിക്കുന്നതിന്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് ഒരു ക്യാമ്പസ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഗ്രീൻ ലക്ഷൂറിയസ് ക്യാമ്പസ്. അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്, IISc ബാംഗ്ലൂർ. സോ IISc ബാംഗ്ലൂരിന്റെ ക്യാമ്പസിന്റെ ചിത്രമാണ് ആ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, IIScയിലേക്കും എടുക്കുന്നത് IIT ജാം വഴിയാണ്. ജാം വഴി മാത്രമല്ല എടുക്കുന്നത്, ജസ്റ്റ് വഴി എടുക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതിൻ്റെ കട്ട് ഓഫ് റാങ്ക്സ്, ക്ലോസിംഗ് റാങ്ക്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ എന്താ പറയുക ലോഗോ ആണ്. ഓക്കെ, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ മൊത്തം ചെറുതായിട്ടൊന്ന് ലോഗോ ഒന്ന് ചെറുതായി ഫെമിലിയറൈസ് ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം മേ ബി നെക്സ്റ്റ് ഇയർ ഈ ഒരു സമയമാകുമ്പോഴേക്കും, അല്ലെങ്കിൽ മേ ബി ബൈ ദ എൻഡ് ഓഫ് ജൂൺ ജൂലൈ 2022 നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ വർക്ക് ഹാർഡ്, ലെറ്റ്സ് ഗോ ദർ. ഫസ്റ്റ് തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ധൻബാദ് ആദ്യം ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് ആയിരുന്നു. ആൻഡ് ദെൻ ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് ആയിട്ടുള്ള ധൻബാദിനെ IIT ആയി കൺവേർട്ട് ചെയ്തു. Then Indian Institute of Gandhinagar is there, Jodhpur is there, Indore is there, Hyderabad is there. Then our Tamareda chinna kando, that's actually IIT Bombay. And then IIT Patna, IIT Tirupati, and then IIT Varanasi, IIT Delhi, then IIT Guwahati, IIT Kanpur. Okay, the second one from the top. Okay, അത് IIT Kanpur ആണ്. ആൻഡ് ആ തേർഡ് പിക്ചർ വീണ്ടും ഒരു താമര, ഒരു ചിരാതിൻ്റെ ഉള്ളിലുള്ള, അത് ആക്ച്വലി IIT മദ്രാസ് ആണ്. Now, Indian Institute of Technology Mandi, Indian Institute of Technology Palakkad, and Indian Institute of Technology Roorkee. Now, ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് എന്ത് ഇതിൽ പങ്കെടുക്കുന്നത്. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IITസിന്റെ ലോഗോ മാത്രമാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് ഫോർ യു ഗൈസ്.